പറഞ്ഞൊരു വാചകത്തെ ഇതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്നെ വിശദീകരിച്ചു. എന്റെ വാചകമല്ല, ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യുകയാണ്. അദ്ദേഹം വിശദീകരിച്ചു, ജില്ലാ പഞ്ചായത്തിൽ ഭരണമാറ്റത്തെ സംബന്ധിച്ച് UDF ഉള്ളിൽ ഘടകകക്ഷിയായി നിന്നപ്പോൾ ഇവർ പറഞ്ഞ വാക്ക് പാലിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പുറത്താക്കിയതാണ്. അതാരായാലും പുറത്താക്കും, ജോസഫ് ആയാലും പുറത്താക്കും, മാണി ആയാലും പുറത്താക്കും. സത്യസന്ധരായ കേരള കോൺഗ്രസിന്റെ UDF LDF വ്യത്യാസമില്ലാത്ത കോട്ടയം ജില്ലയിലെ മുഴുവൻ അണികളും പ്രവർത്തകരും ഇത് കേൾക്കട്ടെ കോൺഗ്രസ് പ്രതിനിധിയുടെ അഭിപ്രായത്തെ സംബന്ധിച്ച്. പിന്നെ അങ്ങനെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പേരിൽ നിങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കി ഇല്ലേ? നന്നായി. എന്നിട്ട് കേരള കോൺഗ്രസ് എം 2019 ശേഷം ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. 2020 കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട വനിതയുടെ പേരും പാർട്ടിയും എന്താണ്? ഞാൻ അഭിമാനത്തോടു കൂടെ പറയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാവ് അവരാണ്. തിരികെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ കൈയുടെ സഹായമില്ലാതെ പാലായിലും പുതുപ്പള്ളിയിലും പറയുമ്പോൾ ഒരിക്കലും LDF ജയിക്കാത്ത മണ്ഡലങ്ങൾ വസന്ത് ജയിച്ചു വരാത്ത മണ്ഡലങ്ങളിൽ മുന്നണി മാറ്റത്തോടെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് നിയമസഭാ രേഖകളിലുണ്ട്. പാലാക്കപ്പുറത്ത് കോഴമാടി എന്ന് പ്രസംഗിച്ചത് ഞങ്ങളല്ല. നിയമസഭാ രേഖകളിലുള്ള അത് അവതരിപ്പിച്ചതിലെ ഒരു തീവ്രത ഉണ്ടല്ലോ. ആ തീവ്രത ഒരു പ്രതിപക്ഷ സ്വരമായിരുന്നു പറഞ്ഞുള്ളൂ. തമാശ ലളിതമാണ് കാര്യം. ഇവർ സ്വപ്നം കണ്ടത് ആദരണീയനായ ശ്രീ KM മാണിയുടെ മരണാനന്തരം കോട്ടയം ജില്ലയിൽ കോൺഗ്രസിന് പ്രൗഢഗംഭീരമായ തലയെടുപ്പുള്ള നിരവധി നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ ഈ 2 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും കേരള കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലായിരുന്നു. KM മാണി സാറിന്റെ മരണാനന്തരം എന്ത് ചെയ്യാൻ കഴിയും? കേരള കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കി കോട്ടയം ജില്ലയും അതുവഴി കേരളത്തിലെയും രാഷ്ട്രീയ അപ്രമാദിത്വം തിരികെ പിടിക്കാം. ഇതായിരുന്നു കോൺഗ്രസ് ലക്ഷ്യം കണ്ടത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ കേരള കോൺഗ്രസ് നേതൃത്വം അന്തസ്സോടുകൂടെയുള്ള തീരുമാനമെടുത്തു, കോൺഗ്രസിനോട് വിട പറഞ്ഞു. പക്ഷേ അതിനുശേഷം എന്തുണ്ടായി? കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് ഇല്ലാതാകും എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, പാലാ നഗരസഭ, ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലം, കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം, പൂഞ്ഞാർ നിയോജകമണ്ഡലം, അതേപോലെ ഏറ്റുമാനൂരും വൈക്കോം ഉൾപ്പെടെ കോട്ടയം ജില്ലയിലെ 5 മണ്ഡലങ്ങൾ ഇപ്പോഴത്തെ സിറ്റിംഗ് MP നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ചോദ്യത്തിലേക്ക്